നമസ്കാരം, ഞാൻ പാർവതി. ജീവിതം ആനന്ദകരമാക്കാൻ ഒരു ജാപ്പനീസ് രഹസ്യം. ഹെക്ടർ ഗാർസിയ, ഫ്രാൻസിസ്ക് മിറാലസ് എന്നീ രണ്ട് ജപ്പാനീസ് എഴുത്തുകാർ എഴുതിയിട്ടുള്ള ഇക്കിഗായ് എന്ന പുസ്തകത്തോടൊപ്പമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ഒരു കഥയോ അല്ലെങ്കിൽ ലേഖനമോ ഒന്നുമല്ല, കുറച്ച് ജപ്പാനീസിലെ രഹസ്യങ്ങളാണ്. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ജപ്പാനിൽ നിന്ന് ഉടലെടുത്ത രഹസ്യങ്ങൾ. ഈ രണ്ട് എഴുത്തുകാരുമാണ് ഈ രഹസ്യത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ദേശങ്ങളിലേക്ക് സഞ്ചരിച്ചത്. അങ്ങനെ ജപ്പാനിലെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരുപാട് ആളുകളുണ്ട്. 5 തലമുറകളിലധികം ആളുകളും അവിടെ താമസിക്കുന്നുണ്ട്. എന്താണ് അവരുടെ രഹസ്യം എന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഈ രണ്ട് കൂട്ടർക്കും തോന്നി. അങ്ങനെ അവിടുത്തെ ഏറ്റവും വയസ്സിൽ മൂത്തതായിട്ടുള്ള ഒരു മൂപ്പൻ ഉണ്ടായിരുന്നു അവിടെ. അവരോട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഴിവ് ലഭിച്ചതിന്റെ കാരണം അല്ലെങ്കിൽ ഒരു രഹസ്യം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ മൂപ്പൻ പറഞ്ഞു തന്ന ഒരുപാട് രഹസ്യങ്ങളാണ് ഈ പുസ്തകത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത്. ഇക്കിഗായ് എന്നത് ഒരു ജപ്പാനീസ് വാക്യമാണ്. ഇക്കി എന്നാൽ ജീവൻ അഥവാ ജീവിതം, ഗായ് എന്നാൽ മൂല്യം നൽകുന്നത്. അതിനാൽ മൂല്യമുള്ള ജീവിതം നൽകുന്നത് എന്നാണ് ഈ ഇക്കിഗായ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു പുസ്തകത്തില് എനിക്ക് ഏറ്റവും എന്നെ സ്വാധീനിച്ച കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ, ഒരു പുതിയ നല്ല ശീലം സ്വായത്തമാക്കാൻ 21 ദിവസം നമ്മൾ സമർപ്പിക്കുക എന്നതാണ്. അതായത് നമ്മളിപ്പോ ഒരു ഉദാഹരണം മാത്രം നമുക്ക് ഇപ്പൊ എടുക്കാം. ഒരാൾക്ക് ഓഫീസ് ഇന്റർവെല്ലിന് മധുരം കഴിക്കണം എന്ന് വെക്കാം. അപ്പോൾ അതൊരു ശീലമായിട്ട് മാറി, ഒരു ദുശ്ശീലം. അതിനെ എങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും? അതിനൊരു പോംവഴിയുണ്ട്. 21 ദിവസം നമ്മൾ ആ ഉച്ച സമയം, മധുരം കഴിക്കാൻ ആവുന്ന ആ ഒരു സമയം വേറെ ജോലികളിൽ ഏർപ്പെടുക. അങ്ങനെ 1-2 ദിവസം മാത്രം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആവർത്തിച്ചാൽ മാത്രം പോരാ. കൃത്യം 21 ദിവസം നമ്മൾ ഇതിനായിട്ട് പ്രയത്നിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ദുശ്ശീലത്തിൽ നിന്നും നല്ല ശീലത്തിലേക്ക് മാറാൻ കഴിയുകയുള്ളൂ. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത്, നമുക്ക് എന്ത് കാര്യവും ചെയ്യണമെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു ആത്മവിശ്വാസം നമ്മളിൽ വേണം. എന്തുമായിക്കോട്ടെ നമുക്കിത് ചെയ്യാൻ കഴിയും എന്നതായിരിക്കണം നമ്മളുടെ മനസ്സിൽ പറയേണ്ടത്. ഒരാൾ നമ്മളോട് എന്തെങ്കിലും കാര്യം ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല, നോ എന്ന് ഉത്തരം കൊടുക്കാതെ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്, ഞാൻ പരമാവധി എന്നെക്കാൾ കഴിയുന്നതും ഞാൻ ശ്രമിക്കും എന്നതാവണം നമ്മുടെ ഉത്തരം. അതിനുശേഷം എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു അറിവ് കിട്ടുന്നത്. അതാണ് എഴുത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോ എന്ത് കാര്യങ്ങളും നേടണമെങ്കിലും അതൊരു പുസ്തകത്തിൽ കുറിച്ചു വയ്ക്കാം. അതിനുശേഷം നമ്മൾ അത് മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അതിനുള്ള ഫലം നമുക്ക് എന്തായാലും കിട്ടും. അതിനെ പറ്റിയ ഒരു തലക്കെട്ടും നമുക്ക് ഇതിന് കൊടുക്കണം. അത് നമ്മളെ ആകർഷിക്കും. നമ്മളുടെ ഇതനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ തലക്കെട്ട് മാറ്റാൻ ശ്രമിക്കുക. അങ്ങനെ കൂടുതൽ വിലമതിക്കുന്ന ഒരു തലക്കെട്ട് അല്ലെങ്കിൽ ആത്മവിശ്വാസം നമ്മളിൽ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. പിന്നെ നമുക്ക് ഏകാഗ്രത, ശാന്തമായിട്ടുള്ള ഒരു സ്വഭാവം എന്നിങ്ങനെ വേണമെങ്കിൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നതിലായിക്കോട്ടെ, ചിലപ്പോൾ ചിത്രം വരയ്ക്കുന്നതിലായിക്കോട്ടെ, മറ്റ് കലകളിൽ ഏർപ്പെടുന്നതിലായിക്കോട്ടെ, അതിനു മുമ്പ് നമ്മുടെ ശരീരം, കൈകളൊക്കെ ഒന്ന് ശാന്തമാക്കി വെക്കുക. അതിനുശേഷം ഒരു പെയിന്റ് ബ്രഷും എടുത്തിട്ട് ഒരു വെള്ള കടലാസിൽ നമ്മൾക്ക് അറിയാവുന്ന തരത്തിലുള്ള ഒരു വൃത്തം വരക്കുക. അത് കൃത്യമായിരിക്കണം എന്നൊന്നുമില്ല, വെറുതെ വരക്കുക. അങ്ങനെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ടിപ്പാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ സ്വപ്നങ്ങളൊക്കെ കാണാറില്ലേ? സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ സ്വപ്നങ്ങളൊക്കെ കാണുന്നത്? അതായത് നമ്മൾ കിടക്കാൻ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ദിവസത്തെ മുഴുവൻ ചിന്തകളും
വേറെ ഒരു വിഷയത്തിലായിരിക്കും. ആ വിഷയം തന്നെയായിരുന്നു നമ്മൾ സ്വപ്നമായിട്ട് മാറുന്നത്. അപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് ഈ സ്വപ്നങ്ങളൊക്കെ ഉത്തരം തരുന്ന ഒരു വഴിയാണ്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം നമുക്കറിയാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും കാര്യം രാത്രി കിടക്കാൻ നോക്കുന്ന സമയത്ത് ഒരു പേപ്പറിൽ വെറുതെ എഴുതി വെക്കുക, അത് നമ്മളൊന്ന് വായിക്കുക. അപ്പൊ നമ്മള് രാത്രി കിടക്കാൻ നോക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം ഒരു സ്വപ്നമായിട്ട് മാറും. ഇതൊരു സൈക്കോളജിക്കലി ഒരു ടിപ്പാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് കാര്യവും നേടണമെങ്കിലും അതിൻ്റെതായിട്ടുള്ള ആത്മവിശ്വാസം വേണമെന്ന് നമുക്ക് പറഞ്ഞു. അല്ല, മറ്റൊരു വഴിയാണ് സാഹോദര്യം എന്ന് പറയുന്നത്. സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുക. മറ്റൊരു കാര്യം, നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് 5 ഫോട്ടോ നമ്മൾ എടുത്തുനിന്ന് വെക്കാം. അതിൻ്റെ അകത്തുനിന്ന് 2 ഫോട്ടോയെ നമുക്ക് വേണ്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക? എങ്ങനെ അത് നോക്കും? നമ്മൾ അടുത്തിരിക്കുന്ന സുഹൃത്തിനോടോ മറ്റു ബന്ധുക്കളോടോ അതെങ്ങനെയാണ് 2 ഫോട്ടോ സെലക്ട് ചെയ്യുക എന്ന് നമ്മളൊന്ന് ചോദിച്ചു നോക്കുക. ആ ഒരു ചോദ്യത്തിനും ഒരു പ്രത്യേകത വേണം. ഈ ഫോട്ടോ കൊള്ളാമോ എന്ന ചോദ്യത്തിനുപരി നമ്മൾ പ്രയോഗിക്കേണ്ടത്, ഇത് എന്തുകൊണ്ട് താങ്കൾ ഈ ഒരു 2 ഫോട്ടോ മാത്രം സെലക്ട് ചെയ്തു? ബാക്കി 3 ഫോട്ടോകളിലും എന്താണ് പോരായ്മ എന്നുകൂടി എനിക്ക് പറഞ്ഞു തരണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതം കുറച്ചും കൂടി ആനന്ദകരമാക്കാൻ ഇത് സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് വേറെ തരത്തിലുള്ള ഒരു സഹോദരിയാണ്. അതില് പ്രശസ്ത എഴുത്തുകാരൻ അതിനെ പറ്റിയിട്ട് കുറച്ച് വാചകം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനൊന്ന് നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടുത്തരാം. മറ്റുള്ളവരുമായി എങ്ങനെ നല്ല ബന്ധം സ്ഥാപിക്കാം. ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾക്ക് ഒരു സാമൂഹിക പ്രകൃതമുണ്ട്. ഈ ഓർമ്മകളെ തിരഞ്ഞ് നോക്കുമ്പോൾ ബന്ധങ്ങളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് വർദ്ധിക്കും. ഈ തരത്തിൽ ഗൃഹാതുരത്വം വീര്യമുള്ള പരിഹാര മാർഗമാണ്. ഏകാന്തത അനുഭവപ്പെടുമ്പോൾ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഗൃഹാതുരത്വം സഹായിക്കും. ഇത് പറഞ്ഞിരിക്കുന്നത് ക്ലേ റട്ട്ലജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. പിന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞാല്, ഞാൻ ഒരു അധ്യായം വായിക്കായിരുന്നു. അതായത് ഒരു 5 minute ജേർണൽ ടിപ്പ് എന്നായിരുന്നു അതിന്റെ പേര്. അത് ഞാൻ വായിച്ചു പോകുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ രാവിലെ ഉണർന്നാൽ നമുക്ക് എന്താണ് തോന്നുന്നത്, നമ്മുടെ ചിന്തകള് ഒരു നോട്ട് ബുക്കിൽ അത് കുറിച്ചിടുക. അങ്ങനെ പകല്, ഉച്ച, രാത്രി നമ്മള് വേർതിരിഞ്ഞ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിനുള്ളിൽ കടന്നുകൂടും. അതൊക്കെ നമ്മളൊന്ന് എഴുതി വെക്കുക. അതിനാണ് പറയുന്നത് 5 minute ജേർണൽ എന്നത്. അതില് വേറൊരു വെബ്സൈറ്റും കൂടി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, www ഇന്റലിജന്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന്. അത് ഞാൻ അടിച്ചു നോക്കി. അപ്പോൾ ഒരു യൂട്യൂബ് ചാനലാണ് വന്നത്. ആ യൂട്യൂബ് ചാനൽ പറയുന്നത് 5 minute ജേർണൽ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഉണ്ട്. അതില് ഈ രാവിലെ എന്താണ് എനിക്ക് തോന്നിയത് എന്നീ ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും. ദിവസവും വരും. ആ ചോദ്യങ്ങൾ നമ്മൾ ഉത്തരം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്തായാലും ഒരു ആനന്ദകരമായി മാറും. അത് ഉറപ്പാണ്. ഈ ഒരു പുസ്തകത്തില് ഉടനീളമുള്ളത് നമ്മൾ സങ്കല്പിക്കാൻ പറ്റാത്ത, നമ്മുടെ ഭാവനയിലുള്ള അത്ര ജീവിതം നമ്മുടെ കൈത്തണ്ടയിൽ എത്തിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഗീതാഞ്ജലിയാണ്. എന്തായാലും ഇക്കിഗായ് ഓരോ മനുഷ്യരുടെ ഹൃദയത്തിനുള്ളിലും ഉണ്ട്. അത് നമ്മൾ തന്നെ ഉണർത്തിയെടുക്കണം. അത് ഉണർത്തിയെടുക്കാൻ ഈ പുസ്തകം നമ്മളെ എന്തായാലും സഹായിക്കും. നന്ദി.